വീഡിയോ വന്നിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനായിട്ട് ജോബ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സൈറ്റ് ഉണ്ട്. ആ സൈറ്റിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് ഞാൻ ഇത് വീഡിയോയിൽ ഷെയർ ചെയ്ത് തരാൻ പോകുന്നത്. സൈറ്റ് ഏതാണെന്നും എങ്ങനെ അതിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം, ഏതൊക്കെ രീതിയുണ്ട്, ഏതൊക്കെ സ്റ്റെപ്പുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം എന്നതിനെ പറ്റിയൊക്കെ ഫുൾ ഡീറ്റെയിൽസ് ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഫുൾ വാച്ച് ചെയ്തതിന് ശേഷം മാത്രമേ സൈറ്റിൽ കയറി രജിസ്റ്റർ ചെയ്യാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അതിന് പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നെങ്കിൽ എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ കമൻറ്റ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഉള്ള നോട്ടിഫിക്കേഷൻ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരാൻ പോകുന്നത് അപ്വർക്ക് എന്ന് പറയുന്ന ഒരു സൈറ്റാണ്. ഈ ഒരു സൈറ്റിൽ നിങ്ങൾക്ക് ഒരുപാട് ജോബുകൾ അവൈലബിൾ ആണ്. നിങ്ങളിപ്പോൾ ഒരു ഓൺലൈൻ ജോബ് സെർച്ച് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ ഓൺലൈനിൽ ജോബ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സൈറ്റ് യൂട്ടിലൈസ് ചെയ്യാം. കാരണം ഇവിടെ ഒരുപാട് പ്രൊഫഷണലായിട്ട് ചെയ്യാൻ പറ്റുന്ന വർക്കും ഉണ്ട്, അല്ലാതെ റൈറ്റിങ്, ട്രാൻസ്ലേഷൻ അങ്ങനത്തെ സിമ്പിളായിട്ടുള്ള ജോബ്സ് ഇതിനകത്ത് അവൈലബിൾ ആണ്. അപ്പോൾ ഇവർ പറയുന്നത് ഫൈൻഡ് ഹൈ ക്വാളിറ്റി ടാലൻറ്റ് ഓർ ഓപ്പൺ ജോബ് വിത്ത് ഹെൽപ്പ് ഓഫ് AI ടൂൾസ് ദാറ്റ് കീപ് യുവർ ഇൻ കൺട്രോൾ. കണ്ടോ? അപ്പോൾ അവർ പറയുന്നത് AI ടൂൾസിനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഹൈ ക്വാളിറ്റി ടാലൻ്റ് ഉള്ളവർക്ക് അല്ലെങ്കിൽ അങ്ങനെയുള്ളവർക്ക് നല്ലൊരു ജോബ് ഓപ്പർച്യൂണിറ്റി അവർ ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇവിടെ ആണെങ്കിൽ പ്രത്യേക കോസ്റ്റോ കാര്യങ്ങളോ ഇല്ല, ഫ്രീ ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ഇവർക്ക് സേഫ് ആൻഡ് സെക്യൂർ ആണ്. 24 hours-ഉം 7 ദിവസവും ഇവർ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സപ്പോർട്ടിങ് സിസ്റ്റം ഉണ്ട്. അതുപോലെ തന്നെ സേഫ് ആൻഡ് സെക്യൂറും ആണ്. അപ്പം നമുക്കിതിൻ്റെ ജോബിൻ്റെ ഓപ്പർച്യൂണിറ്റിയും അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ നോക്കാം. ജസ്റ്റ് ഇവിടെ ക്ലിക്ക് ചെയ്യുക, 3 ഡോട്ട് ലൈനിൽ ക്ലിക്ക് ചെയ്യുക, അവിടെ ഫൈൻഡ് വർക്ക് എന്നുള്ളതുണ്ട്. ഇവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് ഏത് ഓപ്ഷൻ വേണമെങ്കിലും സെലക്ട് ചെയ്യാം. ഞാൻ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്തിരിക്കുകയാണ്. എന്നിട്ട് നമുക്കിവിടെ നോക്കാം. നമ്മളിപ്പോൾ ആദ്യമായിട്ട് ഒരു വർക്ക് വേണം, അല്ലെങ്കിൽ ഒരു ജോബ് വേണം ചെയ്യണമെങ്കിൽ നമുക്ക് എന്തൊക്കെ സ്റ്റെപ്പാണുള്ളത്. ആദ്യമേ ക്രിയേറ്റ് എ പ്രൊഫൈൽ, നമ്മളൊരു പ്രൊഫൈൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യണം. പിന്നെ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, സെർച്ച് ഫോർ എ ജോബ് എന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാൻ താല്പര്യമുള്ള വർക്ക് ഏതാണോ അതൊന്ന് ജസ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. അതിനുശേഷം സബ്മിറ്റ് എ പ്രൊപ്പോസൽ, നമ്മളത് എന്ത് ചെയ്യണം, സബ്മിറ്റ് ചെയ്യണം. എന്ന് വെച്ചാൽ നമ്മൾ അപ്ലൈ ചെയ്യുക ആ ഒരു ജോബിന് വേണ്ടി. എന്നിട്ട് ഗെറ്റ് കോൺട്രാക്റ്റ്, അവരുമായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുക. എന്ന് വെച്ചാൽ ഇത്ര ദിവസത്തിനുള്ളിൽ നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് തരാം. അല്ലെങ്കിൽ ഇപ്പം അല്ലാതെ ഇപ്പം ഈ റൈറ്റിംഗ് ജോബ്, ട്രാൻസ്ലേഷൻ ജോബൊക്കെ ആണെങ്കിൽ ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്ത് തീർക്കാമെന്നുള്ളതാണ്. അതല്ലാതെ ഇപ്പം ഇത് നമ്മുടെ ഫിനാൻസ് ഉണ്ട്, ബിസിനസ് മാനേജ്മെൻറ്റ്, IT ഫീൽഡുണ്ട്, അങ്ങനെയൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഇത്ര വർഷം എന്നൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യണം, അവരുമായിട്ടൊരു കോൺട്രാക്റ്റ് ഏർപ്പെടുക. എന്നിട്ട് കംപ്ലീറ്റ് വർക്ക്, നമ്മൾ ആ വർക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് ഗെറ്റ് പെയ്ഡ് നമുക്ക് അവർ പറഞ്ഞിരിക്കുന്ന ആ ഒരു എമൗണ്ടിൽ പേയ്മെൻറ്റ് കിട്ടുന്നതാണ്. നമുക്കത് വിഡ്രോവൽ ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. പിന്നെ ഇങ്ങോട്ട് നോക്കുമ്പോഴത്തേക്കിനും 4.9 റേറ്റിംഗ് ഒക്കെ ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണ് ജോബിൻ്റെ വേക്കൻസികളെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് നമ്മൾ ബാക്കിലേക്ക് പോവുക. എന്നിട്ട് നമ്മുടെ ഗൂഗിളിൽ ഇതിൻ്റെ ഫൈൻഡ് ദ ബെസ്റ്റ് ഫ്രീലാൻസ് ജോബ് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുമ്പോഴത്തേനും ഇതുണ്ട്, ഫൈൻഡ് ദ ബെസ്റ്റ് ഫ്രീലാൻസർ ജോബ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ജോബിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓരോ കാറ്റഗറിയിലും ഓരോ ജോബിൻ്റെ വേക്കൻസികൾ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇവിടെ ഡാറ്റ എൻട്രി സ്പെഷ്യലിസ്റ്റ് എന്നുണ്ട്. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് ഡാറ്റ എൻട്രിയുടെ വേക്കൻസികൾ, ഓട്ടോമോട്ടീവ് ഓർഡർ ആൻഡ് കാറ്റലോഗ് ഡാറ്റ സ്പെഷ്യലിസ്റ്റ് വേണം. എത്രയാണ്, 30 പെർ ഹവേഴ്സ് ഓർ വീക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. 2 ദിവസമായി ജോബ് പോസ്റ്റ് ചെയ്തിട്ട്. പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ അവർ കൊടുത്തിട്ടുണ്ട്. റിമോട്ട് ജോബാണ്. അത് റിമോട്ട് ജോബിൻ്റെ ഷെഡ്യൂൾ അവിടെ കൊടുത്തിട്ടുണ്ട്. മൺഡേ ടു ഫ്രൈഡേ 7 മണി തൊട്ട് 2 മണി വരെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, വർക്ക് ചെയ്തിരിക്കണം. കണ്ടോ? അപ്പോൾ അവർ ഫുൾ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മോർ, നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് മോർ കൊടുക്കാമെങ്കിൽ ആ ഒരു ജോബിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് അവർ കാണിച്ചു തരുന്നതാണ്. കണ്ടോ? എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. ക്വാളിഫിക്കേഷൻ എന്തൊക്കെ വേണമെന്നോ കൊടുത്തിട്ടുണ്ട്.
എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടത് കൊടുത്തിട്ടുണ്ട്, ടൈം ഡ്യൂറേഷൻ കൊടുത്തിട്ടുണ്ട്, നമുക്ക് തരുന്ന പേയ്മെൻറ്റ് കണ്ടോ, 1 മണിക്കൂറിൽ നമുക്ക് $18 തൊട്ട് $25 വരെ ഇതിൽ നിന്ന് ഏൺ ചെയ്യാൻ പറ്റും. റിമോട്ട് ജോബാണ്, വീട്ടിലിരുന്ന് വർക്ക് ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നമ്മൾ ആദ്യമേ എന്ത് ചെയ്യണം, ഇവിടെ സൈനപ്പ് ഓപ്ഷൻ കണ്ടോ, ജസ്റ്റ് ഇവിടെ സൈനപ്പ് ഓപ്ഷൻ കൊടുക്കുക. ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു 2 ഓപ്ഷൻ വരും. ഐ ആം എ ക്ലയൻറ്റ് ഹിയറിംഗ് ഫോർ എ പ്രോജക്റ്റ്, അല്ലെങ്കിൽ ഐ ആം എ ഫ്രീലാൻസർ ലുക്കിംഗ് ഫോർ വർക്ക്. അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇത് ക്ലിക്ക് ചെയ്യുക, അപ്ലൈ ഫ്രീലാൻസർ എന്ന് കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ എന്താണ് പേര്, ഫസ്റ്റ് നെയിം ലാസ്റ്റ് നെയിം കൊടുത്തിട്ട് ജോയിൻ ചെയ്യാം, അതല്ലെങ്കിൽ ജിമെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യാം. ജസ്റ്റ് ജിമെയിൽ ID കൊടുത്ത് ലോഗിൻ ചെയ്ത് കാണിച്ചു തരാം. കണ്ടൻറ്റ് കൊടുക്കുക. കണ്ടോ, ഇത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പ്രൊഫൈൽ ഫില്ല് ചെയ്ത് കൊടുക്കുക. ടേംസ് ആൻഡ് കണ്ടീഷൻ എഗ്രി ചെയ്തിട്ട് എന്താണ് ക്രിയേറ്റ് മൈ അക്കൗണ്ട് എന്നുള്ളത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റഡ് എന്ന് പറഞ്ഞ് വന്നു. നമുക്കിനി എന്താണ് അവർ ചോദിക്കുന്നത്, റെഡി ടു നെക്സ്റ്റ് ബിഗ് ഓപ്പർച്യൂണിറ്റി, ആൻസർ ഫ്യൂ ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റാർട്ട് ബിൽഡിംഗ് യുവർ പ്രൊഫൈൽ. ഓക്കെ കൊടുക്കുക, സ്റ്റാർട്ട് കൊടുക്കുക. അപ്പോൾ ഇവർ ചോദിക്കുന്നുണ്ടോ, ഐ ആം ബ്രാൻഡ് ന്യൂ ടു ദിസ്, ഐ ഹാവ് സം എക്സ്പീരിയൻസ്, ഐ നോ എക്സ്പെക്റ്റ്, ഐ ആം സം എക്സ്പീരിയൻസ് കൊടുക്കുക. നമ്മൾ ഒരിക്കലും എക്സ്പീരിയൻസ് ഇല്ലെന്നൊന്നും പറയണ്ട, കൊണ്ടെന്നങ്ങ് കൊടുത്തേക്കുക. ടു ഏൺ മൈ മെയിൻ ഇൻകം, ടു ടേക്ക് മണി ഓൺ ദ ഇൻസൈഡ്, ടു ഗെറ്റ് എക്സ്പീരിയൻസ്, ഫുൾ ടൈം ജോബ്, ഏത് വേണേലും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. മെയിൻ ഇൻകമായിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഓപ്ഷൻ അനുസരിച്ച് നിങ്ങൾക്ക് എന്താണോ കൊടുക്കാൻ തോന്നുന്നു അത് കൊടുക്കുക. ഞാൻ കൊടുത്താൽ തന്നെ കൊടുക്കണമെന്നൊന്നുമില്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. പിന്നെ അവർ ചോദിച്ചിരിക്കുന്നത് എന്താണ്, ഐ ഡിഡ് ലൈക്ക് ടു ഫൈൻഡ് ഓപ്പർച്യൂണിറ്റി മൈസെൽഫ്, ഐ ഡിഡ് ലൈക്ക് ടു പാക്കേജ് അപ്പ് മൈ വർക്ക് ഫോർ ക്ലയൻറ്റ് ടു ബൈ, ക്ലയൻറ്റ് പോസ്റ്റ് യുവർ ടാലൻറ്റ് മാർക്കറ്റ് പ്ലേസ്. ഓക്കെ, നമ്മൾ തന്നെ നമ്മുടെ എന്താണ് ഓപ്പർച്യൂണിറ്റി കണ്ടെത്തുകയാണ്. ജസ്റ്റ് ക്രിയേറ്റ് കൊടുക്കുക. അപ്പം നമ്മുടെ റെസ്യൂം അപ്ലോഡ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് എന്ത് ചെയ്യുക, റെസ്യൂം അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമുക്ക് എന്താണ് റേറ്റാണ്. നമുക്ക് ഒരു മണിക്കൂറിൽ എത്ര രൂപ വേണം, പിന്നെ എന്താണ് ടാക്സ് എന്തെങ്കിലും എന്താണ് അടയ്ക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ്. സർവീസ് ഫീസ് കാര്യങ്ങൾ അങ്ങനത്തെയൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് കറക്റ്റായിട്ട് എൻട്രി ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്യുവാണ്. നമ്മുടെ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം, ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെയാണ് ഓരോ കാര്യങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യണം. പിന്നെ എന്താണ് കണ്ടോ, ഇങ്ങനെയാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള എന്താണ് പ്രൊഫൈൽ വരുന്നത്. ഇങ്ങനെ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ജോബിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം താല്പര്യമുള്ളവരെല്ലാം ട്രൈ ചെയ്ത് നോക്കുക. ജോബിന് അപ്ലൈ ചെയ്യണമെങ്കിൽ അറിയാമല്ലോ, നമ്മൾ പിന്നെ ബാങ്കിലേക്ക് പോയിട്ട് ഫൈൻഡ് എന്താണ് ജോബ് എന്നുള്ളതെടുത്ത് എന്താണ് ഫ്രീലാൻസർ ജോബ് സെലക്ട് ചെയ്യുക. അവിടുന്ന് നമുക്ക് ഇഷ്ടമുള്ള ജോബ് സെർച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. നല്ല കിട്ടലിനായിട്ടുള്ളൊരു എന്താണ് സൈറ്റാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്താണ് കമൻറ്റ് ഇട്ടാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമുക്ക് ബൈ, സീ യു.